പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്റെ മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്ന ഞാൻ ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് യോഹന്നാൻ ആത്മാവിൽ കണ്ടു. അങ്ങനെയാന്ന് ഒരു ദൂത് പറയാം, നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങട്ടെ. ചില കാറ്റുകൾ നീ എന്ന വൃക്ഷത്തിൽ അടിക്കാതെ, ഇനി അത് നിന്നെ ഒലയ്ക്കാതെ, അത് നിന്നെ മറിക്കാതെ, അത് നിന്നെ കിടത്താതെ നീ കരുത്തോടെ നിൽക്കുവാൻ ദൂതന്മാർ നിനക്ക് കാവലാകട്ടെ. യഹോവയുടെ ദൂതന്മാർ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും, ബാക്കി പറ, നിന്റെ വീടിന് ചുറ്റും ദൂത സഞ്ചയങ്ങൾ. കലിതുള്ളി വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾക്ക് ഇനിയും നിന്റെ കൂടാരത്തിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ദൂതസഞ്ചയത്തിന്റെ കാവൽ. ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ പ്രതികൂലം പൊളിച്ച് നിങ്ങൾ വെളിയിൽ വരും. ഞാൻ ആ വെളിപ്പാട് കണ്ടുകൊണ്ട് ആ ദൂതെടുക്കുന്നേ. അല്പം കൂടെ ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ യേശു ചെയ്തത് എന്താന്നാ വായിക്കാൻ പോകുന്നേ? മർക്കോസിന്റെ സുവിശേഷം, സ്തോത്രം, 4-ാം അധ്യായം 39-ാമത്തെ വചനം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. അപ്പൊ ഇവിടെ നിൽക്കുന്ന ചിലരോട് പറയാം, നാളുകളായി നിന്നെ ഒലച്ച പ്രോബ്ലം ഒരു ശാസന തീരും. ഒരു ശാസനയിൽ തീരും. ഗ്ലോറി ടു ഗോഡ്. ഇനി ബൈബിൾ അറിയാവുന്നവരോട് ചോദിക്കുക, ഈ കാറ്റിന്റെ ഉറവ എവിടാ? ഈ നദിയുടെ അക്കരെ. യേശു ചെയ്യാൻ പോവ 6000 ദുർഭൂതത്തെ ഒരു മനുഷ്യനെ തമ്മിൽ രണ്ടാക്കാൻ പോവും. പിശാചിന് മനസ്സിലായി, ഇവൻ അക്കരെ എത്തിയാൽ എന്റെ നിലനിൽപ്പ് പോവും. ഈ കടലിൽ അവനെ ഒതുക്കാൻ കാറ്റിന്റെ രൂപത്തിൽ പ്രത്യക്ഷമായെങ്കിൽ യേശു അതിനെ ശാസിക്കും. അതിന്റെ എഫക്റ്റ് അക്കരെ വരെ എത്തി. കാലപ്പഴക്കം ചെന്ന ചില പൈശാചിക പ്രവർത്തികളെ ഇന്ന് ദൈവാത്മാവ് ശാസിക്കും. നിന്റെ വീട് ഒരിക്കലും ഗതി പിടിക്കാതിരിക്കാൻ, നീ ഏതു രാജ്യത്ത് പോയാലും ദാരിദ്ര്യം മാറാതിരിക്കാൻ, എവിടെ ഏതു സഭ മാറി പോയാലും വിശുദ്ധിയിൽ നിൽക്കാതിരിക്കാൻ, ആരെയൊക്കെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നാലും നീ സ്വർഗത്തിൽ പോകാതിരിക്കാൻ നിനക്കെതിരെ വാതുകെട്ടുന്ന ചില ദുഷ്ടശക്തികളെ ഇന്ന് യേശുവിന്റെ അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ഇന്നെന്തോ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടെന്ന് പറ. ഓ ഹല്ലേലൂയ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് അന്തരാത്മാവി മനസ്സിലാകുന്നുണ്ട് ചിലത് ശാസിക്കാൻ സമയമായെന്ന്? ഞാനൊരു ദൂത് നിന്നോട് തുറന്നു പറയാം. ജീസസ്, ഞാനും വർഷങ്ങളായി കൊതിച്ചൊരു സബ്ജക്റ്റായത്. ഇന്ന് നിങ്ങൾ മാത്രമല്ല, ഞാനും വിടുതൽ പ്രാപിക്കും. ഓ ജീസസ്, ഒന്ന് മാറി നിന്നെ ആക്രമിക്കുന്ന ആ ദുഷ്ട അധികാരങ്ങളുടെ മേൽ, നിന്നു വാദിക്കുന്ന വാദപ്രതിവാദങ്ങളുടെ മേൽ ഇച്ചിരി കാര്യം ഇവിടെ പറയാനുണ്ട്. കാര്യം അടുത്തൊരു മേഖലയെ കൂടെ തൊടാനുണ്ട്. നമുക്ക് വാക്യത്തിലോട്ടൊന്ന് കടക്കാം. സ്തോത്രം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു.
കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി. എവിടെ ഉണ്ടായി? അതേ നദിയിൽ. നീ ശാന്തതയോടെ പാർക്കുന്ന ദിവസങ്ങൾ വരുന്നു. നിന്നെ വല്ലാതെ ഒലച്ചു മറിച്ച കാറ്റുകൾക്ക് നിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. മന്ത്രവാദം ഫലിക്കാത്ത സമയം വരുന്നു. ആഭിചാലകർ ലജ്ജിക്കുന്ന ദിവസങ്ങൾ വരുന്നു. നിന്നെ പ്രാകുന്നവരുടെ മേൽ തിരിച്ച് പ്രാക്ക് ചെല്ലുന്ന ദിവസങ്ങൾ. കൃപ കൃപ. ഇനി എല്ലാ പ്രതികൂലങ്ങളുടെയും പിറകിൽ കാറ്റല്ല. സ്തോത്രം. ഒരു വാക്യം കൂടെ ബൈബിളിൽ നിന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം. സ്തോത്രം. 36-ാമത്തെ വാക്യം. സ്തോത്രം സ്തോത്രം. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസെഫില്ല, ഷിമിയോനില്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. ഈ പ്രതികൂലത്തിന്റെ പിമ്പിൽ സംഭവിച്ചിരിക്കുന്നത് നഷ്ടത്തോടെ നഷ്ടം. എന്തോത്തെ തൊട്ടാലും നഷ്ടം. ഗ്ലോറി. ഒരപ്പം പറയുക, സകലതും എനിക്ക്. പക്ഷെ യാക്കോബേ, നീ പ്രയർ നിർത്തരുത്. ഈ വാ കൊണ്ട് തന്നെ നീ പറയും, സകലതും എനിക്ക് അനുകൂലമാണ്. അരുതാത്ത സംഭവ വികാസങ്ങൾ നിന്റെ കുടുംബത്തിൽ കൊണ്ടിട്ട് നിനക്കുള്ള ഓരോന്നിന്റെയും ലൈഫിൽ നാടകീയത വെളിപ്പെടുത്തി നിന്റെ സന്തതികളെ 4 ധ്രുവങ്ങളിൽ വലിച്ചെറിഞ്ഞെങ്കിൽ താമസിക്കാതെ മുത്തുമാലയിൽ കോർക്കുന്നത് പോലെ നിന്റെ സന്തതികളെ തമ്പുരാൻ കോർത്തിണക്കാൻ പോവാ. നിന്റെ വീട് അലങ്കരിക്കപ്പെടാൻ സമയമായി. നിന്റെ സന്തതി അലങ്കരിക്കപ്പെടാൻ സമയമായി. നിന്റെ കുടുംബം സകലതും പ്രതികൂലമെന്ന് പറഞ്ഞ മനുഷ്യൻ അല്പം കഴിഞ്ഞവ പറഞ്ഞ് സകലതും അനുകൂലമാണ്. അതെന്നാ കാര്യം? ജാതീയ രാജാവിനെ അനുഗ്രഹിക്കാൻ ആ അപ്പന്റെ കരങ്ങൾക്ക് ശക്തി ലഭിച്ചു. ഏതു സ്ഥലത്തു നിന്റെ വീട്ടിൽ നിന്ന് അനുഗ്രഹം പോയെന്ന് നീ പറഞ്ഞോ, അതേ സ്ഥലത്തു തന്നെ അനുഗ്രഹം നിന്നെ തേടി വരട്ടെ. വാഗ്ദത്തം നിന്നെ തേടി. എന്നോട് ദൈവം ഒരു വെളിപ്പാട്, ചിലരുടെ കുടുംബത്തിലെ ഒരു സന്തതി നിമിത്തം നിന്റെ വീട്ടിലൊരു അനുഗ്രഹം വരാൻ പോവാ. നിന്റെ വീട്ടിലെ ഒരു സന്തതി, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനത്തെ നിന്റെ സന്തതി കെട്ടിപ്പൊക്കും. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ചിലരോടാ ദൂത്, നിന്റെ ഒരു സന്തതി, രണ്ടില്ല, ഒരു സന്തതി. ഇന്ന് പ്രതികൂലം മാറിയതിന് അടയാളം തരിക. നിന്റെ ഒരു സന്തതി, നിന്റെ ഒരു സന്തതി. ശ്രദ്ധിക്കണം. ഏതോ കുടുംബത്തിലെ ഒരു സന്തതിയുടെ മേൽ ഇന്നൊരു പുതപ്പ് വീഴുക. അടുത്ത ദിവസങ്ങളിൽ നിനക്ക് വാർത്ത കേൾക്കാം. സകലതും പ്രതികൂലമെന്ന് പറഞ്ഞ നിന്റെ ഒരു സന്തതി നിമിത്തം സകലതും. അപ്പം പറയുക, യോസഫില്ല,
ആരില്ല? ശിമയോനില്ല, യോസഫില്ല, ശിമിയോനില്ല, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും. യോസഫ് പോയപ്പോ നിലവിളി, ശിമയോൻ പോയപ്പോ നിലവിളി, ബെന്യാമിനെ കൊണ്ടുപോകുമ്പോ നിലവിളി. നാട്ടുകാർ ചോദിക്കുക, എന്നാ ഈ ദൈവത്തെ വിളിക്കുന്നവന്റെ വീട്ടിലെ നിലവിളി? ഞങ്ങൾക്ക് നഷ്ടം വന്നാൽ ഞങ്ങൾ നിലവിളിക്കും. അതോർത്ത് നീ വ്യാകുലപ്പെടണ്ട. ഞങ്ങളുടെ നിലവിളി കേൾക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ നാട്ടുകാരോട് പരാതി പറയുന്നവരല്ല. ഞങ്ങൾക്ക് വേണ്ടി കാര്യം തീർക്കുന്ന ഒരു കോടതിയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂതം, നിന്റെ കുടുംബ പാരമ്പര്യത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത ചില കാര്യം നിന്റെ ഒരു സന്തതിയുടെ മേൽ വരാൻ പോവുക. ഇത് പ്രവചിക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിന്റെ കുടുംബത്തിൽ കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യം, അപ്പന്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലും കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യം നിന്റെ സന്തതിയുടെ മേൽ, ഒരു സന്തതിയുടെ മേൽ. ഇതിന് പ്രസംഗമെന്നല്ല, പ്രവചനമെന്നാ പറയുന്നത്. ഒരു സന്തതി നിമിത്തം യാക്കോബേ, നീ കരയുന്ന ഇടത്ത് നിന്റെ കണ്ണുനീരിന്റെ ഉത്തരം നാട്ടുകാർ കാണത്തക്ക രൂപത്തിൽ നിന്റെ വീട്ടുമുറ്റത്ത് വരും. ഏതു വീട്ടിൽ നീ അപമാനിക്കപ്പെട്ടോ, ഏതു വീട്ടിൽ നീ തലകുനിച്ചോ, അതേ വീട്ടിൽ കൃപ 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 കൃപ. ഇനി എന്നെ ശ്രദ്ധിക്കണം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 24-ാം വാക്യം. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഇനിയും ദൂത് പറയാം, എക്കാലവും നിന്റെ പ്രതികൂലം കണ്ട് അടങ്ങിയിരിക്കുന്നവനല്ല എൻ്റെ ദൈവം. 68 സങ്കീർത്തനം, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറുന്നു, തീങ്കൽ മെഴുകുരുകുന്ന പോലെ ഉരുകുന്നു, പുക പതറുന്ന പോലെ പതറുന്നു, അമ്മ മെഴുകുരുകുന്ന പോലെ ഉരുകുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ. ഇനിയും ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. ഉലച്ചു മറിച്ച 3 യാമങ്ങൾ എന്റെ കർത്താവ് സൈലന്റ് ആയിരുന്നു. പക്ഷെ 4-ാം യാമത്തിൽ ഇനിയും എന്റെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ചോറ, നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന് പറ. ഒന്നുകൂടെ പറഞ്ഞ, നിന്റെ കാര്യത്തിൽ നീ പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്ന ആ സബ്ജക്റ്റിനകത്ത് ദൈവം ഇടപെടും. നിനക്കിടപെടാൻ പരിധികളുണ്ട്. എന്റെ ദൈവത്തിന് പരിധികളില്ലാതെ ഗ്ലോറി ഗ്ലോറി. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മാവിൽ വെളിപ്പാട് പറയുക. അല്പ ദിവസം നീ ഒന്ന് ഒലഞ്ഞപ്പം നീ വിചാരിച്ചോ നിന്നെ കർത്താവ് അങ്ങ് മറന്നുപോയെന്ന്? അല്പം കാറ്റൊന്നാഞ്ഞു വീശിയപ്പം നീ ഒന്ന് ഒലഞ്ഞപ്പം നീ വിചാരിച്ചോ നിന്റെ ഇടപാട് തീരുവന്ന്? നോ. കഴിയുന്നതിന് മീതെ പരീക്ഷ വരാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവം. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. രാത്രിയുടെ 4-ാം യാമത്തിൽ നിന്റെ 3-ാം യാമം കണ്ടപ്പോഴാ നീ ഇങ്ങനെ ബ്രദറെ എല്ലാം തീർന്നു കേട്ടോ,
ഞാൻ ഇനി ആത്മഹത്യയെ കുറിച്ച് ഒത്തിരി ചിന്തിക്കണ്ട. നീ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല, കാര്യങ്ങൾ തിരിയാൻ പോവാ. രാജാക്കന്മാരുടെ ഉള്ളം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കായി ഇരിക്കുന്നത് പോലെ ഇഷ്ടമുള്ളിടത്തേക്ക് ചിലതിനെ ദൈവം തിരിക്കാൻ പോവാ. വിശ്വാസമുണ്ടോ? ചില കാര്യങ്ങൾ തിരിയാൻ പോവാ. ഞാനൊരു കാഴ്ച കണ്ട, തമ്പുരാൻ ചിലതിനെ മറിച്ചിടാൻ പോവാ. നിന്റെ കുടുംബത്തിനകത്ത് തമ്പുരാൻ ചിലതിനെ മറിച്ചിടാൻ പോവാ. ഇനി ആ പ്രവൃത്തി നടന്നേ പറ്റൂ. ഇനിയും ശത്രുവിന് ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഇനിയും മന്ത്രവാദങ്ങൾക്ക് കളിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഇനിയും നിനക്കെതിരെ നടത്തിയ നേർച്ച പൂജ, ഹോമ പൂജകൾക്ക് ഇനിയും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. 4-ാം യാമം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യാമം. ഞാൻ പറയാം, നിന്റെ ലൈഫിനെ ഒതുക്കാൻ വന്നവൻ നസ്രയന്റെ കാൽച്ചുവട്ടിൽ ഒതുങ്ങാൻ പോവാ. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന്, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. ഞാനൊരു കാര്യം കൂടെ പറയാം. എല്ലാം തീർന്നെന്ന് പറഞ്ഞപ്പോൾ ആ കർത്താവ് എഴുന്നേറ്റ്. എന്താ കർത്താവ് എഴുന്നേക്കാതെ? നിന്റെ ഒരു ഇച്ചിരൂടുണ്ട്, അതുകൊണ്ടൊന്ന് തീരണം. തീർന്നു കഴിയുമ്പോൾ ആ കർത്താവ്, ഹാഗര് വഴി മൊത്തം കരഞ്ഞു. തമ്പുരാൻ മൈൻഡ് ചെയ്തു. അവസാനത്തെ വെള്ളവും കൊടുത്ത് അത് കുഞ്ഞിനകത്ത് കടന്ന് അത് തീർന്നു. കുഞ്ഞിങ്ങനെ വെട്ടി വരച്ചോണ്ടിരുന്നപ്പോ കർത്താവ് പറഞ്ഞു, ദേ അവിടെ കോരി കൊടുത്തോ. സ്തോത്രം. എല്ലാം തീർന്നെന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു. പിന്നെ നടന്നതൊന്നും ഞാൻ പറയുന്നില്ല. ആ കാറ്റിനകത്തൂടെ അവർ യാത്ര ചെയ്തു. ഇനി ഒരു ദിവസത്തെ എപ്പോഴും ഓർക്കണം, നിന്റെ പ്രശ്നത്തിന്റെ നടുക്ക് ദൈവം അനുകൂലമായിട്ടുണ്ട്. എന്തുവാണ്? എവിടെ ഉണ്ട്? ഒത്ത മധ്യ. ഹല്ലേലൂയ. ചിലരെ തൊട്ട് ഞാൻ പ്രവചിക്കുക, ഒരിക്കലും അടങ്ങാത്ത പ്രതികൂലം ഈ ദിവസങ്ങളിൽ ശാസിക്കപ്പെടാൻ പോവാ. നിന്റെ വീട് ശാന്തമാകും, നിന്റെ കുടുംബം ശാന്തമാകും, നിന്റെ സന്തതി എനിക്ക് ആത്മാവിൽ കാണുന്ന ഒരു കാര്യം കൂടെ പറയാം. ഇനി ഒരു ദിവസം പോലും ശാന്തമാകാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ശാന്തമായേ പറ്റൂ. നിന്റെ കാര്യത്തിൽ ദൈവം ഇറങ്ങും. നിന്റെ സന്തതിയുടെ കാര്യത്തിൽ ദൈവം ഇറങ്ങും. നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ദൈവം ഇറങ്ങും. മനസ്സുകൊണ്ട് പറ, ദൈവം ഇറങ്ങും. ദൈവം ഇറങ്ങും. നിനക്ക് റിസൾട്ട് ഉണ്ടാകാൻ പോവാ. മുമ്പുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ നടത്തിപ്പും നിയോഗവും തരും. എന്നോട് ദൈവാത്മാവ് പറയും, ചിലരെ വലിയ പ്രാർത്ഥന മനുഷ്യരാക്കി മാറ്റാൻ പോവാ. നിന്റെ വീടിന്റെ ഉൾമുറിയിൽ നിന്ന് തന്നെ ചില വിടുതൽ വ്യാപരിക്കേണ്ടതുണ്ട്. നിന്റെ കൂടാരത്തിനകത്തുനിന്ന് തന്നെ. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഒറ്റ കാര്യം പറയാം, നാളുകൾ കൊണ്ട് നീ അനുഭവിച്ചുകൊണ്ടിരുന്ന നിന്റെ കുടുംബ അന്തരീക്ഷം
ഈ ദിവസങ്ങളിൽ ചേഞ്ച് ആകാം. നിന്റെ വീടിനകത്തൊരു ആത്മീക അന്തരീക്ഷം, ചുമ്മാ നടക്കുമ്പം പോലും പ്രാർത്ഥിക്കാൻ തോന്നത്തക്ക ഒരാത്മനിയോഗത്തിന്റെ സമയം, നിന്നെ ഡിസ്റ്റർബ് ചെയ്തിരുന്ന പല തടസ്സങ്ങളെയും തമ്പുരാൻ പിടിച്ചു കെട്ടാൻ പോവാ. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം, പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. എന്തുവാ? ഈ യാത്രയ്ക്ക് മുമ്പിൽ ഒരു പ്രതികൂലമുണ്ട്. അത് ജീവൻ വരെ നഷ്ടമാക്കുന്ന പ്രതികൂലമാണ്. സ്തോത്രം. ഇത് ആർക്ക് മനസ്സിലായി? പ്രാർത്ഥിക്കുന്ന പൗലോസിന് മനസ്സിലായി. ഞാനൊരു ദൂത് നിന്നോട് പറയാം. ഏത് പ്രതികൂലത്തിനകത്തും നിന്നെ നിർത്തുന്നത് ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ വെളിപ്പാടുമാണ്. എന്നാ അവിടെ വായിക്കുകയാണ്, പൗലോസിന്റെ വാക്കിനേക്കാൾ കപ്പൽ പ്രമാണിയുടെയും മാലൂമിയുടെയും വാക്ക് കാര്യമായിട്ടെടുത്തു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പലുടമസ്ഥന്റെ വാക്ക് അധികം വിശ്വസിച്ചു. അപ്പം പൗലോസിന്റെ വാക്കിനേക്കാൾ അധികം കപ്പൽ പ്രമാണിയുടെയും മാലൂമിയുടെയും വാക്ക് കേട്ടു. അവര് വിചാരിച്ചു കാണും, പ്രതികൂലമൊക്കെ ആർക്കാ ഇല്ലാത്ത? എൻ്റെ പൊന്നു മോനെ, ഇത് നീ കാണുന്ന പ്രതികൂലം അല്ല. ഗ്ലോറി. തെക്കൻ കാറ്റ് മന്ദമായി ഊതിയപ്പോ താല്പര്യം സാധിച്ചെന്ന് വിചാരിച്ചു. എന്നാ ഇച്ചിരി മുമ്പോട്ട് ചെന്നപ്പോ ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് ഇവരെ മുന്നോട്ട് വിടാതെ ഇവർക്കെതിരെ വീശിയടിച്ചു. താഴെ ഭാവമൊക്കെ വായിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള ആഹാരം മുമ്പിൽ ഇരുന്നിട്ട് ആഹാരത്തെ നോക്കി 14 ദിവസം പട്ടിണി. മട്ടൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കാം, കഴിക്കാൻ പറ്റുന്നില്ല, കാറ്റ് ഒലക്കുകയായിട്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര കൊല്ലമായി നിന്റെ പടകിനെ ഒലയ്ക്കാൻ തുടങ്ങിയിട്ട്? ഗ്ലോറി ടു ഗോഡ്. ചോദ്യം, ഒലയുന്ന പടകിൽ അനുകൂലകൻ വരുമോ? ചോദ്യം, ഉലയുന്ന പടകിൽ ഉലയാത്തവൻ വരുമോ? പൗലോസ് എഴുന്നേറ്റിട്ട് പറയാ, ഇന്ന് വെച്ച ആഹാരം കഴിക്ക. കുക്ക് രാവിലെ ആഹാരം വെക്കും, വൈകിട്ട് എടുത്തു കളയും. 14 ദിവസം എല്ലാരും പട്ടിണി. കപ്പലും നേരെ നിന്നിട്ട് വേണ്ടേ? ചിലർ ചോദിക്കും, ബ്രദർ ഒന്ന് പ്രാർത്ഥിയില്ല. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് നേരെ നിന്നിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ? ഉണ്ടോ? മിണ്ടുന്നില്ല. നീ എന്താ ഓസിക്കേ? എന്റെ ബ്രദറെ, ഓസിക്കാൻ ആഗ്രഹം, നേരെ നിന്നിട്ട് വേണ്ടേ ഓസിക്കാൻ? കാര്യം എന്നെ ഇട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? ഒലയ്ക്കുക. ഈ കാറ്റ് സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാറ്റടിക്കുമ്പോ ചില വൃക്ഷങ്ങളൊക്കെ, വൃക്ഷക്കൂട്ടത്തിന് നടുവിൽ കാറ്റടിക്കും, ചുമ്മാ നോക്കി നിൽക്കണം, തിരിഞ്ഞും മറിഞ്ഞും അടിക്കും. എന്നിട്ട് ഈ മരം പറയാത്ത എന്നാന്നറിയോ? കാറ്റിന് കാണാൻ വയ്യാത്ത മണ്ണിനകത്തൂടെ ഇതിന്റെ വേര് സഞ്ചരിക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോ, സ്തോത്രം, നമ്മള് ഒരിടത്തോട്ട് വീഴാൻ പോകുമ്പോ, ഞാനും ലാലുവും കൂടെ കൈപിടിച്ചിറങ്ങുമ്പോ, ഞാൻ വീഴാൻ പോകുമ്പോ ലാലുവിന്റെ കയ്യെ മുറുക്കി പിടിക്കുന്ന പോലെ മുകളിൽ പ്രതികൂലത്തിന്റെ കാറ്റാഞ്ഞു വീശുമ്പോ കാണാത്ത തലത്തിൽ പിടി മുറുകും. ഒരാമയും വരുന്നില്ല. എത്ര പ്രതികൂലം അഴിച്ചു വിട്ടിട്ടും നീ മറിയാതെ നിൽക്കുന്നത്, ആർക്കും കാണാൻ വയ്യാത്തൊരു കണക്ഷൻ നിനക്ക് ദൈവമായിട്ടുള്ളതുകൊണ്ടാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രതികൂലത്തിനകത്തിരിക്കുന്ന ചിലരിവിടെ ഉണ്ട്.
രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടവരിവിടെ ഉണ്ട്. പട്ടിണി കിടക്കുന്നവരിവിടെ ഉണ്ട്. ശ്രദ്ധിക്കണം. 14 ദിവസം ആ കപ്പല് ഒരുത്തര് ഫുഡ് കഴിച്ചിട്ടില്ല. സൂര്യൻ ഉദിച്ചിട്ടില്ല, ചന്ദ്രൻ ഉദിച്ചിട്ടില്ല. പൗലോസ് ചോദിക്കുക, ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ വരാൻ പോവാ, എന്നിട്ടും നിങ്ങൾ യാത്ര ചെയ്യുക എന്തിനാ? എന്നിട്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് പറയുക, ദേ ധൈര്യമായി ഫുഡ് കഴിച്ചു, കാറ്റ് അത് വിട്ടേ. അതെന്നാ? നിങ്ങളിൽ ഒരുത്തന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയത്തില്ലെന്ന ഇന്നലെ രാത്രി എനിക്ക് ദൂത് കേട്ടു. പ്രതികൂലം കാണിച്ച ദൈവം പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്ക് എന്തോ സംഭവിക്കുമെന്നും കാണിക്കും. അയ്യോ, കാറ്റമങ്ങിയില്ലല്ലോ, ഇനിയും കാറ്റടിച്ചോട്ട്. ദൂതുണ്ടെങ്കിൽ കാറ്റിനെ പേടിക്കണ്ട, ദർശനമുണ്ട് കാറ്റിനെ പേടിക്കണ്ട, പ്രതികൂലമുണ്ട് കാറ്റിനെ പേടിക്കണ്ട. ഇനി ഞാൻ ബൈബിളിന്റെ വെളിപ്പാടിലോട്ട് വരാം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. സമ്പൽ സമൃദ്ധിയുടെ അത്യുച്ച കോടിയിൽ നിന്ന് ഇയ്യോബിന്റെ കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ കൂടിയിരുന്ന് വിരുന്ന് നടത്തുക. സ്തോത്രം. നടക്കുന്ന വിരുന്നിരിക്കുന്ന വീടിന്റെ മുമ്പിലേക്ക് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. ഞാനൊരു ദൂത് പറയാൻ, ചില ഒലച്ചിലിന്റെ പിമ്പിൽ നിന്റെ കണ്ണിന് കാണാത്തൊരു വിഷയമുണ്ട്. ഇന്ന് ദൈവത്തിന്റെ കണ്ണ് ആ വിഷയത്തെ കണ്ടു കഴിഞ്ഞു. യേശുവിന്റെ നാമത്തില് വർഷങ്ങളായി നിന്റെ കുടുംബത്തെ ഒലച്ചു മറിക്കുന്ന ദുഷ്ടയാധിപത്യങ്ങൾ എവിടുന്ന് തലപൊക്കിയോ, നെയിം ഓഫ് ജീസസ്. നിനക്ക് തന്നെ അല്പം കൂടെ കഴിയുമ്പോൾ ആത്മാവിൽ ബോധ്യപ്പെടും ഈ പ്രതികൂലത്തെ എങ്ങനാ ജയിക്കുന്നത്. ചില ദിവസത്തിനകം നിന്റെ കൂടാരത്തിൽ കൊല്ലങ്ങളായി അടിച്ചുലയ്ക്കുന്ന ആ പ്രതികൂലത്തെ ധരണം ചെയ്യാൻ നിനക്ക് കൃപ തരാൻ പോകും. നാട് വിട്ടു പോകാൻ പോവല്ല, ദേശം വിട്ടു പോകാൻ പോവല്ല. നീ അവിടെ തന്നെ പാർത്ത് അവിടെ തന്നെ ജീവിച്ച് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, നിന്റെ പ്രതികൂലം ഉടനെ മാറുമെന്ന് പറ. ഗ്ലോറി. ചില വീടുകൾക്കകത്ത് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പോവുക. പിശാച് സൃഷ്ടിച്ച നിന്റെ കുടുംബത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ ഇന്നത്തെ പ്രയറിൽ വഴിമാറാൻ പോവുക. പതറരുത് പ്രതികൂലത്തിൽ, മടുക്കരുത് പ്രതികൂലത്തിൽ. നീ അതിനെ ജയിക്കാൻ പോവാ. ഒരു കാരണവുമില്ലാതെ, ഒരു കാര്യവുമില്ലാതെ നിനക്കെതിരെ തലപൊക്കിയ പ്രതികൂലം. ഞാനിപ്പോൾ ഓർക്കുക, ഞാനൊരു മനുഷ്യനെ കാണാൻ ഒരു ദിവസം ചെന്നു. ആ മനുഷ്യൻ തൊണ്ട കിഴിച്ച് ശ്വസിക്കാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുക. ആഹാരം ലിക്വിഡ് ഫുഡാ. ഞാൻ ചോദിച്ചു, എത്ര വർഷമായി ബെഡിലായിട്ട്? 11 വർഷമായി. എന്തുവാ? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വണ്ടി ഓടിച്ചു വരുമ്പോൾ ഉറങ്ങിപ്പോയി. വണ്ടി എന്നൊരു പോസ്റ്റിൽ ഇടിച്ചു. തലയിൽ
തലയോട്ടി ഇളക്കി വെച്ച് ഓപ്പറേഷൻ ചെയ്തു. ഓർമ്മ പോയി, ബുദ്ധി പോയി, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണുമ്പോ 41 വയസ്സേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 11 വർഷമായി ഒരേപോലെ വെട്ടിയിട്ട തടി പോലെ കിടക്കുക. ആ വീടിന്റെ അന്തരീക്ഷം ആകമാനം ഇളകി മറിഞ്ഞു. ജോലി ഉപേക്ഷിച്ച് ഭാര്യ ഭർത്താവിനെ ചികിത്സിക്കുന്നു. മൂത്ത 2 പിള്ളേർ 2 സ്ഥലത്ത് ജോലി ചെയ്ത് അപ്പനെ പോറ്റുന്നു. പിള്ളേരെന്ന് കല്യാണം പോലും വേണ്ട, അപ്പൻ എഴുന്നേക്കണം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പ്രതികൂലം ചില വീടുകളിൽ വന്നാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. എന്നാൽ ഇന്നത്തെ ദൂത് നിന്റെ വീട്ടിൽ അറ്റ് നടക്കുന്ന പ്രതികൂലത്തെ എങ്ങനെ ജയിക്കാമെന്ന് ദൈവം സംസാരിക്കുക. ഇച്ചിരി നീണ്ടാലും ജയിക്കാതെ പ്രയർ നിർത്തരുത്. ഏത് സൂര്യൻ ഉദിച്ചില്ലെങ്കിലും ചന്ദ്രൻ ഉദിച്ചില്ലെങ്കിലും നീ ഉലയാത്തൊരു സ്ഥലത്ത് കാലുവെക്കാൻ പോവുക. കൃപ, കൃപ, കൃപ. സമ്പത്തിന്റെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും അത്യുച്ച കോടിയിൽ നിൽക്കുന്ന യോബിന്റെ പിള്ളേര് വിരുന്ന് നടത്തുമ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് മരുഭൂമി നിരൂപപ്പെട്ടു. അത് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. ആ വീട് പമ്പരം പോലെ കറങ്ങി. ആ വീടിനകത്തിരുന്നവന്മാരുടെ മേൽ വീണു. അവരെല്ലാം മരിച്ചു. സന്തതികളെ കാറ്റ് കൊണ്ടുപോയിട്ടും ആ പ്രതികൂലത്തിനകത്തൊരുത്തൻ ഇരുന്നുകൊണ്ട് പറയുക, യഹോവ തന്നു, യഹോവ എടുത്തു. അതിനർത്ഥം എന്തുവാ? എടാ, ഇനിയും തരാൻ കഴിയുന്ന ഒരുവനെ ഞാൻ വിളിക്കുന്നേ. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. കുഞ്ഞേ, നീ ഇപ്പോൾ സഹിക്കുന്ന പ്രതിബന്ധത്തിന്റെ നടുവിൽ പിറുപിറുക്കരുത്. നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ കഴിയത്തില്ല. 6000 ഭൂതങ്ങൾ തലങ്ങം വിലങ്ങം ഒരുത്തന്റെ ദേഹത്ത് കയറി മേഞ്ഞിട്ടും അവൻ ഒരു കേടും വന്നില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചില പ്രതികൂലത്തിന്റെ പിമ്പിൽ പിശാചാണെങ്കിൽ, മന്ത്രവാദിയാണെങ്കിൽ, കാറ്റാണെങ്കിൽ, കോളാണെങ്കിൽ നീ പേടിക്കരുത്. ഹോളി സ്പിരിറ്റ്, ചിലരെയൊക്കെ കർത്താവ് തൊട്ട് പറയാം, നിന്റെ വീടിന്റെ അന്തരീക്ഷം ഉടനെ മാറും. ഒന്നുകൂടെ പ്രവചിക്കാം, നിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ചിലരൊക്കെ വിട്ടുപോകും. നിനക്ക് പ്രതികൂലം ഉണ്ടാക്കിയവർക്ക് ദേശത്ത് നിൽക്കാൻ വയ്യാത്ത അന്തരീക്ഷം പരിശുദ്ധാത്മാവ്. യോബിന്റെ കുഞ്ഞുങ്ങളെ ഒന്നിനെ പോലും ബാക്കി വെക്കാതെ ഒരു കാറ്റില്ലായ്മപ്പെടുത്തിയിട്ടും 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺതഴയും 100 കണക്കിന് ദാസീദാസന്മാരും ഒക്കെ ഉള്ളവൻ ചാരത്തിൽ നിന്ന് ചൊറിയേണ്ട ഗതികേട് വന്നിട്ടും കുലുങ്ങാത്ത എന്നാ? 7000 ആടിനെ കൊണ്ടുപോകാൻ ശത്രുവിന് കഴിയുമെങ്കിൽ 14000 ആടിനെ തരാൻ കഴിവുള്ളവനായി എന്റെ ദൈവം. പിടികിട്ടിയോ വല്ലോ? നഷ്ടങ്ങളുടെ കഥ പറയാൻ പോവല്ല. ഇനി എനിക്ക് സന്തതി വരാൻ പോവുക. ഒരു കെസിയായി ഞാൻ പ്രവചന ദൂത് പറയാ, ഇപ്പോഴും നീ തോറ്റിട്ടില്ല, ഇനി നീ തോറ്റു കൊടുക്കത്തുമില്ല. ഒന്നുകൂടെ പറ, ഇപ്പോഴും നീ തോറ്റിട്ടില്ല, നീ തോറ്റു കൊടുക്കത്തുമില്ല. ഈ പ്രതികൂലം ഇനിയും നീളത്തില്ല.
താങ്ക് യു ലോർഡ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് കർത്താവിന്റെ ആത്മാവ് ഒരു ദൂത് നിന്നോട് പറയുക. ശ്രദ്ധിച്ചു കാണാം. ഈ പ്രതികൂലം നിന്നെ തകർക്കത്തില്ല. വർഷങ്ങളായി നിന്റെ കുടുംബത്തിനകത്ത് കയറിക്കിടക്കുന്ന ചില പ്രതികൂലത്തിന്റെ കാറ്റ് കയറിയതുപോലെ ഇറങ്ങിപ്പോ. പാട്ടുകാരൻ പാടി, അലകൾ പടകിലടിച്ചാൽ ഒരൽപ്പം പോലും എന്തോ ഇല്ലെന്നാ, അല്പം പോലും അല്ലലില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇനിയും നീ അടിച്ചോ, ഒരു പേടിയില്ല. കാറ്റ് പറയാ, പിശാച് പറയാ, നിന്റെ 7000 കൊണ്ടുപോയി. നീ നോക്കിക്കോ, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ ദൈവം 14,000. ഒരു കാഴ്ച ആത്മാവി കാണുക. ആ കാഴ്ച ഞാൻ വെളിപ്പെടുത്താം. ഒരു കുടുംബത്തിൽപ്പെട്ട പല വ്യക്തികളെ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, അപ്പൻ, അമ്മ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ കാറ്റ് മാറി മാറി അടിക്കുക. നിന്റെ കുടുംബത്തിൽ നിന്ന് ഇത് പോകത്തില്ല. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുക, പോകാത്തവനെ വിടുന്നതായിരുന്നു ശുശ്രൂഷ. ഇന്നു നീ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ പോരാടിയാൽ, നിന്റെ സാമ്പത്തിക മേഖലയെ അടിച്ചു തകർത്ത, നിന്റെ കുടുംബ ബന്ധത്തെ അടിച്ചു തകർത്ത, നിന്റെ നന്മയെ കരിച്ചു കളയുന്ന, ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട 41-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്, നിന്റെ നന്മകളെ കരിച്ചു കളയുന്ന കാറ്റ്. ഹോശയ്യ 13 എഴുതുന്നുണ്ട്, നിന്റെ ഉറവകളെ വറ്റിച്ചു കളയുന്ന കാറ്റ്. നിന്റെ നന്മ വർഷങ്ങളായി മാറി മാറി അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, മക്കളിൽ നിന്ന് കരിച്ചു കളയുന്ന, ഉറവ വറ്റിക്കുന്ന കാറ്റ് നിന്റെ വീട്ടിൽ നിന്ന് വിട്ടുമാറാതെ ഒരു സൈക്കിൾ ചാന്റെ ടയർ പോലെ നിന്റെ വീട്ടിൽ റൗണ്ട് ചെയ്യുന്ന, വിട്ടുമാറാത്ത കടബാധ്യത, ആ പ്രതികൂലം Glory, glory, glory. ഞാൻ ഈ അടുത്ത സമയത്തൊരു വീട്ടിൽ പോകേണ്ട സാഹചര്യമുണ്ടായി. ആ വീട്ടിൽ പോയപ്പോ അവിടുത്തെ അപ്പച്ചൻ എന്നോട് പറയുക, പാസ്റ്ററേ, എന്റെ മകനും ഭാര്യയും 3 മക്കളും നല്ല പിള്ളേരാ, പക്ഷെ ഇവന്മാരെല്ലാം ഭ്രാന്തന്മാരാ. ഞാൻ ചോദിച്ചു, അതെന്നെ അപ്പച്ച? ഞാൻ ഒരു വീട്ടിലും കാണാത്ത കാഴ്ച അവിടെ കണ്ടു. 8 ബൈബിൾ അടുക്കി വെച്ചിരിക്കുന്നു. അതെന്നാ? അപ്പന്റെ അമ്മയുടെയും 2 ബൈബിള്, 3 മക്കളുടെ ബൈബിള്, അവന്റെ ഭാര്യമാരുടെ ബൈബിള്, എല്ലാരും ഒരു വീട്ടിലാ. 5-8 ബൈബിൾ അടുക്കി വെച്ചേക്കുക. അപ്പച്ചൻ പറയാ, ഇവന്മാർക്കെല്ലാം ഭ്രാന്ത. ഞാൻ ചോദിച്ചു, അതെന്നാ? എന്റെ പാഷ, ഇവന്മാര് പാടുവേലും പ്രാർത്ഥിക്കുവേലും മുഖത്തോട് മുഖം നോക്കിയ ഇവന്മാർ അടിയാ. ഇടക്കിടക്ക് ഞങ്ങളുടെ പാസ്റ്ററെ വരുത്തി ഒരു പ്രാർത്ഥന വെക്കും. 3 ആഴ്ച കുഴപ്പമില്ല, 4-ാമത്തെ ആഴ്ച ഇളവും. പക്ഷെ ഇതെന്റെ വീടിനെ ചുറ്റിയടിക്കുന്ന ഏതോ ഒരു കാറ്റ. എന്റെ കുടുംബത്തിൽ മക്കൾക്കും ശാന്തതയില്ല, മരുമക്കൾക്ക് ഒട്ടും ശാന്തതയില്ല. ഇവിടെ നിൽക്കുന്നതും കൊള്ളാം, വന്നു കയറിയതും കൊള്ളാമെന്ന് അപ്പച്ചൻ പറഞ്ഞു. അപ്പച്ചന്റെ വാക്ക. ഞാൻ എന്തിനാ ഇതൊക്കെ വെളിപ്പെടുത്തുന്നേ? എത്ര നന്നായി ജീവിക്കാൻ നോക്കിയാൽ ഏതോ ഒരു കാറ്റ്, ഒരു പ്രതികൂലം നിന്നെ സമ്മതിക്കുകയല്ല. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ദൂതിലോട്ട് വരട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഒരു നിയോഗം കർത്താവ് തരാൻ പോവാ. ചില പ്രതികൂലങ്ങളെ ദൈവമക്കൾ അതിജീവിക്കാൻ പോവാ. നിന്റെ ജോലി സ്ഥലത്ത് വ്യാപരിക്കുന്ന സ്വൈര്യതക്കേട്,
നിന്റെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കുന്ന ഒലച്ചിൽ, ദൈവാത്മാ പറയാ ആ കാറ്റിനെ ഇന്ന് പിടിച്ചു കെട്ടണം. ഇതിനകത്ത് കൃപ വ്യാപരിക്കാൻ പോവുക. ശത്രു ഒരിക്കൽ സർക്കിളിൽ നിന്ന് വെളി വരാൻ പോവുക. ദൈവം നിനക്ക് അനുകൂലമാണ്. ശ്രദ്ധിക്കണം. വചനത്തിലോട്ട് വരാം. സ്തോത്രം. കാറ്റിനാൽ പടക് ഒലയാൻ തുടങ്ങി. ചോദ്യം, ഈ ഒലച്ചിൽ നിൽക്കുവോ? 100% നിൽക്കും. ചില വീടുകൾക്കകത്ത് ദൈവം തെളിയിക്കാൻ പോവാ. ഗ്ലോറി, ഹല്ലേലൂയ. ചോദ്യം, ഈ തിരയുടെ പിറകിൽ ഒരു കാറ്റ. ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ യേശു എന്താ ചെയ്തത്? അതാണ് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള വചനം. ഞാൻ എപ്പോഴും ഒരു ദൂത് പറയാം. സാത്താന്റെ എല്ലാ കുതന്ത്രത്തെയും ജയിക്കുന്നത് വചനം കൊണ്ടാണ്. പിശാച് നിഗൂഢ പദ്ധതിയുമായിട്ട് യേശുവിന്റെ അടുക്കൽ വന്നേച്ചു പറഞ്ഞു, ഈ കല്ലൊന്ന് അപ്പമാക്കാൻ പറഞ്ഞു. യേശു എന്നെ മറുപടി കൊടുത്തു, അപ്പം തിന്നാതെ വളരുന്നൊരു തലമുറയെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഇവനിട്ട എല്ലാ ചോദ്യത്തിനും 3 വാക്യം ഇട്ടപ്പോൾ സാത്താൻ പരിപാടി നിർത്തി അക്കരെ കയറി. യേശുവിനെ വിട്ടുമാറിയെന്ന്. അപ്പൊ അങ്ങനെ ദൂത ഏത് പ്രോബ്ലത്തെയും ജയിക്കുന്നത് വചനം കൊണ്ടാണ്. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, നമ്മൾ ജയിക്കാൻ പോവാന്ന് പറ. ഇന്ന് ആരെല്ലാം ഏതെല്ലാം സ്ഥലത്തിരുന്ന് ഈ ദൂത് കേൾക്കുന്നോ, ആ വീടിന്റെ അന്തരീക്ഷങ്ങളിലൊക്കെ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോവാ. യേശുവിന് നിങ്ങൾ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകുന്നത് ആത്മാവിൽ കണ്ടോണം. ദൂതിലോട്ട് വരാം. ഒരു വാക്യം വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാമത്തെ വചനം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാൻ. നിന്റെ പ്രതികൂലത്തിന്റെ പിമ്പിൽ കാറ്റാണെങ്കിൽ കാറ്റ് കടലിനെ ഇളക്കിയതാ. യേശു എഴുന്നേറ്റ് വായിച്ചേ. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു. അപ്പൊ ഒരു ദൂത്, ഈ പ്രതികൂലം നിന്റെ മുമ്പിൽ നിന്ന് മാറണമെങ്കിൽ ഇതിനൊരു ശാസന ആവശ്യം. ഗ്ലോറി ടു ഗോഡ്. എന്താവശ്യമാ? ശാസിക്കണം.